എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 7 അവസാനിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ LBS വെബ്സൈറ്റ് വഴി BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. LBScenter.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഇവിടെ കാണാം അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് കോഴ്സസ് 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷയിൽ 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തേത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിനായിട്ടാണ് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നുകിൽ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ചലാൻ കിട്ടും. അപ്പോൾ അതുവഴി ആ ഒരു ചലാനെ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ബാങ്ക് വഴി ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബാക്കി മൂന്നാമത്തെ സ്റ്റെപ്പുകൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ലോഗിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം പിന്നീട് അത് നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അത് അടുത്ത പേജിൽ പോകും. അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ അതുപോലെ പാസ്വേഡ് എന്ന് നൽകാനുണ്ടാവും. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതായിരിക്കും. അതായത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റെപ്സിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്സും ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച ശേഷം പിന്നീടുള്ള മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപേക്ഷയിൽ എന്തൊക്കെ റിസർവേഷൻസ് ആണോ ഈ ഒരു അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു റിസർവേഷൻസിൻ്റെ ഡീറ്റെയിൽസുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റിൻ്റെ ആ ഒരു സ്കാൻ ചെയ്ത PDF രൂപത്തിലാക്കിയിട്ടുള്ള കോപ്പി അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ സിഗ്നേച്ചർ എന്നിവ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ അതായത് ഫീസ് ആനുകൂല്യമുള്ളവർ ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്തിനാണ് SC/ST വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീസ് നിങ്ങൾക്ക് കുറവായിരിക്കും. അതുപോലെ സെൽഫ് ഫിനാൻസിലെ ഗവൺമെൻറ് സീറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ടാണ് SC/ST വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. കാരണം സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകളും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ബേസിക്കായിട്ട് നിങ്ങൾക്ക് SSLC ആ ഒരു റിസൾട്ടിൻ്റെ അതായത് SSLCയുടെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. കാരണം അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഉണ്ടാകും. നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ ഇതുപോലുള്ള ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണമെന്ന് പറയുന്നത്. കാരണം അതുപോലെ നിങ്ങളുടെ ഏജ് അതുപോലെ നാഷണാലിറ്റി ഇതൊക്കെ തെളിയിക്കുന്നതിനായിട്ട് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് SSLCയുടെ സ്കാൻ ചെയ്ത കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്ക് ഷീറ്റ് ഒന്നിൽ കൂടുതൽ റിസൾട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിനെ ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ NRI കോട്ടയിൽ അഡ്മിഷൻ അതായത് NRI റിസർവേഷൻ ഉള്ളവർ NRIയുമായി ബന്ധപ്പെട്ടുള്ള സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന അതായത് ഈ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ
അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ റിസർവേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുകളും അതുപോലെ അപേക്ഷയിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് നൽകണം ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 7 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. എന്നാൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ജൂൺ 4 വരെയാണ്. കാരണം ഈ ഒരു ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ജൂൺ 4 ചില സമയങ്ങളിൽ ഈ ഒരു ഡേറ്റ് നീട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ജൂൺ 4 ഫീ പേയ്മെൻറ്റ് ചെയ്ത് ബാക്കി സ്റ്റെപ്പുകൾ ഏകദേശം ജൂൺ 7 ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു LBSൻ്റെ ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് അതുപോലെ സെൽഫ് ഫിനാൻസ് അതുപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ എന്നിങ്ങനെയുള്ള വിവിധ കോളേജുകളിൽ BSc നഴ്സിംഗ് അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നറിയാനായിട്ട് ഇവിടെയുള്ള സൈഡിലുള്ള ആ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. കോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികളുടെ +2ൻ്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു അഡ്മിഷനും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് നടത്തുക എന്നുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സംബന്ധിച്ചുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.